നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ LDC എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ LDC എക്സാമിനേഷന്റെ കട്ട് ഓഫ് ആയിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആയിട്ട് നമ്മുടെ മുഖത്തല സാർ, നമ്മുടെ എൻട്രിയിലെ പ്രദീപ് മുഖത്തല സാർ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ തൊഴിൽ വേദിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് 2 ഘട്ടങ്ങളെക്കാൾ എളുപ്പമാണ് ഈ പറയുന്ന തേർഡ് ഫേസ് എന്നാണ് പറയുന്നത്. അപ്പോ പരീക്ഷ എഴുതിയവർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. പരീക്ഷ എഴുതിയവരുടെ ഒപ്പീനിയൻ ആണ് കുറച്ചുകൂടി നമുക്ക് വാലിഡ് ആയിട്ട് പറയാം. നമുക്ക് പരീക്ഷ എഴുതിയവരുടെ ഒപ്പീനിയൻ ഒന്ന് കേൾക്കാം. അപ്പോ പരീക്ഷ എഴുതിയവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ഘട്ടങ്ങളെ വെച്ച് അപേക്ഷിക്കുമ്പോഴത്തേക്ക് തേർഡ് ഫേസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എത്രയായിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയുക. മാത്രമല്ല, ഈ തേർഡ് ഫേസ് എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്ക് അയച്ച് ഇതിനകത്ത് പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് 65 മാർക്ക് മുതൽ 70 മാർക്ക് വരെ എന്നാണ്. 65 മാർക്ക് മുതൽ 70 മാർക്ക് വരെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു നമ്മുടെ തേർഡ് ഫേസ് എക്സാമിനേഷൻ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയുക. അതുപോലെ തന്നെ നമ്മുടെ LDC എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സ്റ്റേജ് 3 ഒരു പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പോളിനകത്ത് വന്നിട്ടുള്ളത് അനുസരിച്ചുകൊണ്ട് എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 40-50 ആണ്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്നത് എത്ര 18% ആൾക്കാർക്ക് ഈ പറയുന്ന 40-50 കിട്ടുന്നുണ്ട്. 19% ആൾക്കാർക്ക് 50-60 മാർക്ക് റേഞ്ച് ആണ് വരുന്നത്. അതുപോലെ തന്നെ 12% ആൾക്കാർക്ക് 60 മുതൽ 70% വരെ മാർക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ലെവലിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക. കൂടാതെ ഇപ്രാവശ്യം നമ്മുടെ LDC 3ാം ഘട്ടത്തിലെ പരീക്ഷ എഴുതിയത് 69% ആൾക്കാർ മാത്രമാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് പരീക്ഷ എഴുതിയത് 1,02,898 പേരാണ് എന്ത് ചെയ്തത്, ഇത്തവണ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി അപ്ഡേറ്റുകളുടെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 2025 നടക്കാൻ പോകുന്ന ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരൊറ്റ ബാച്ച് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ കാണാമല്ലോ, 9961169272 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോഴ്സ് 2025 എന്ന് ഒരു മെസ്സേജ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, അയച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് വരുന്നത് നമ്മുടെ പോലീസ്, എക്സൈസ്, വെയിറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർമാൻ, ഫയർവുമന്റെ കമ്പൈൻഡ് ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പൊ എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ക്ലാസ്സുകളുടെ മുന്നേയുള്ള ക്ലാസ്സുകളുടെ ആയിട്ട് മെറ്റീരിയൽസ്, നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് നോട്ട്സും മെറ്റീരിയൽസും PDF മെറ്റീരിയൽസ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ വരുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ മൊത്തം ജോയിൻ ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്ന് മതി, ഇപ്പൊ പോലീസ് മതി, അല്ലെങ്കിൽ എക്സൈസ് മതി, ഫയർഫോഴ്സ് മതി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ നമ്പറിലേക്ക് 9961116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഏത് ആണ് വേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഇതേ നമ്പറിലേക്കാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇതേ നമ്പറിലേക്ക് തന്നെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ അതേ സമയം തന്നെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. ബാക്കി അപ്ഡേറ്റ് ആയിട്ട് പറയുന്നത്, ഒന്നാമത്തെ കാര്യം വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇക്കൊല്ലം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയുടെ കേസാണ്. ഈ വർഷം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ് PSC ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. 2024 8 മാസം പൂർത്തിയായപ്പോൾ ഇതുവരെ പ്രസിദ്ധീകരിച്ച 313 വിജ്ഞാപനങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ വർഷം ആകെ 744 വിജ്ഞാപനങ്ങൾ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സമയത്തിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് PSC തുടങ്ങിയതിലേക്കുള്ള അസിസ്റ്റന്റ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിലേക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ പ്രധാന വിജ്ഞാപനങ്ങൾ ഈ വർഷം ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ KAS ന്റെ 2ാം വിജ്ഞാപനവും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറെ വിജ്ഞാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരാനായിട്ട് നമുക്കുണ്ട്. അപ്പൊ എന്തായാലും അതിനുവേണ്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ 12 കായിക ഇനങ്ങൾ കൂടി PSC വെയിറ്റേജ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ പറയുന്ന കായിക ഇനങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ റോളർ സ്കേറ്റിംഗ്, അതുപോലെ തന്നെ ടഗ് ഓഫ് വാർ, അതുപോലെ തന്നെ റേസ് ബോട്ട് ആൻഡ് അമച്വർ റോവറിംഗ്,
അതുപോലെ തന്നെ ആഡ്യ പാഡ്യ, ത്രോ ബോൾ, നെറ്റ് ബോൾ, ആം റെസ്ലിംഗ്, അമച്ചർ ബോക്സിംഗ്, യോഗ, റഗ്ബി, അതുപോലെ തന്നെ റോൾ ബോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതുതായിട്ട് ഇപ്പോൾ കേരള PSC വെയിറ്റേജ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിലവിലെ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്ന കായിക ഇനങ്ങൾ ചോദിച്ചാൽ അത് ഫുട്ബോളിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വോളിബോൾ, അക്വാട്ടിക്സ്, സ്വിമ്മിങ്, ഡൈവിംഗ്, അതുപോലെ ബാസ്കറ്റ് ബോൾ, ഹോക്കി, ഷട്ടിൽ, ടെന്നീസ്, ബോൾ ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, കബഡി, റെസ്ലിംഗ്, ജിംനാസ്റ്റിക്, ഖോഖോ, ബോഡി ബിൽഡിംഗ്, ബോക്സിംഗ്, ചെസ്, അതുപോലെ തന്നെ സൈക്ലിംഗ്, ഹാൻഡ് ബോൾ, അങ്ങനെ ഒരുപാട് ഇനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് PSC കായിക ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനകത്തൊക്കെ ഉള്ളവര് ജസ്റ്റ് ഈ പറയുന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊക്കെ ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള അർഹത ഉള്ളവരാണ്. പക്ഷേ ഈ ഗ്രേസ് മാർക്ക് കിട്ടുന്നത് കോഴ്സ് ഇനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഉത്തരക്കടലാസ് നശിപ്പിക്കാൻ തിടുക്കം വേണ്ടെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഉത്തരക്കടലാസ് നശിപ്പിക്കുമല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉടനെ വേണ്ട. എന്തെങ്കിലുമൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നാൽ അതിനുശേഷം മതി എന്നാണ് PSC പറയുന്നത്. മൈക്രോബയോളജിസ്റ്റിൽ നിന്ന് 8 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ലാബ് അസിസ്റ്റന്റിൽ നിന്ന് 1 ചോദ്യം ഒഴിവാക്കി. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ് ഇടുക്കി, മലപ്പുറം 122 പേരുമായിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. UPSC കന്നഡ പരീക്ഷ ഒഴിവാക്കിക്കൊണ്ട് നവംബർ 25 അത് പുനഃപരിശോധന വീണ്ടും നടത്താനാണ് എന്ത് ചെയ്യുന്നത് PSC തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയ്ക്കൊപ്പം നിയമനം നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VEO അല്ലെ. അപ്പോൾ തസ്തിക നിർത്തലാക്കിയതിന്റെ മറവിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിന്റെ ഉഴപ്പെന്ന് പറയുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്രത്തോളം സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ഒഴിവുകളുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അലംഭാവം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ടിംഗ് മാനദണ്ഡം കർശനമായി പാലിക്കണമെന്ന് പറയുന്നുണ്ട്. വീഴ്ചകൾ ചട്ടവിരുദ്ധമായ നടപടികൾക്ക് വഴിയൊരുക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആവശ്യമുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അവിടെ താൽക്കാലികക്കാരെ കയറ്റുന്നു തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തൊഴിൽ മാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ. അതുപോലെ തന്നെ LDC എറണാകുളം 34 നിയമനം കൂടി വരുന്നുണ്ട്. സെക്യൂരിറ്റി ഗാർഡിന്റെ 11 നിയമനം കൂടി ആവുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 17 നിയമനം കൂടി ആയിട്ടുണ്ട്. KSBയിൽ എഞ്ചിനീയർ 23 നിയമനമായിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റ് കോഴിക്കോട് നിയമനം തുടങ്ങിയിട്ടുണ്ട്. 38 തസ്തികയിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 38 തസ്തികകൾ എന്ന് പറയുന്നത് ജനറൽ റിക്രൂട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് തലത്തിലേക്ക് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ പറയുന്ന ജനറൽ സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജനറൽ സംസ്ഥാന തലത്തിനകത്ത് ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് NCA ആണ്. അപ്പൊ നമുക്ക് ജനറൽ സംസ്ഥാന തലത്തിനകത്ത് വരുന്നത് ഏതൊക്കെയെന്ന് നോക്കാമേ. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് സംസ്ഥാന തലത്തിനകത്ത് നമ്മുടെ മെക്കാനിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട്. ജൂനിയർ കെമിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ വരുന്നുണ്ട്. മേസൺ മ്യൂസിയത്തിന്റെ വരുന്നുണ്ട്. റീജിയണൽ ഓഫീസറിന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജറിന്റെ വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്, LP സ്കൂൾ ടീച്ചർ മലയാളത്തിന്റെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തസ്തികയിലേക്കാണ് നിലവിൽ വരുന്നത്. LP സ്കൂൾ ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കണ്ടല്ലോ, LP സ്കൂൾ ടീച്ചർ മലയാളം എന്ന് പറഞ്ഞതിന് ശേഷം കാറ്റഗറി നമ്പർ 288/2024 അത് വരുന്നുണ്ട്. ജില്ലാടിസ്ഥാനത്തിലാണ് പാലക്കാട് 5, മലപ്പുറം 4, അതുപോലെ തന്നെ പത്തനംതിട്ട 2. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മലയാളത്തിലേക്കുള്ള LP സ്കൂൾ ടീച്ചറിന്റെ വരുന്നത്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ നിലവിൽ ഇപ്പോൾ കേരള PSC വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസറിന്റെ വോക്കിംഗ് ടെസ്റ്റ് 3-ാം തീയതി മുതൽ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ എക്സൈസ് ഓഫീസറിന്റെ എൻഡ്യൂറൻസ് ടെസ്റ്റ് 3-ാം തീയതി മുതൽ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് LGS ഇടുക്കി, LPSC തിരുവനന്തപുരം, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സ്റ്റാഫ് നഴ്സിന്റെ കാര്യങ്ങളോട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ ചാനലിൽ കോഴ്സ് 2024 എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കോഴ്സിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരള PSC 2025 നടത്താനായിട്ട് പോകുന്ന പരീക്ഷകളുടെ എന്ന് പറയുമ്പോഴത്തേക്കും പോലീസ്, എക്സൈസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ എക്സാമിനേഷൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 9961169272. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക്
ഇപ്പോൾ മൊത്തം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CPO ജോയിൻ ചെയ്യാം. 600 രൂപയാണ് പേയ്മെന്റ്. എക്സൈസ് ഓഫീസറിൽ ജോയിൻ ചെയ്യാൻ 300 രൂപയാണ്. ഫയർമാൻ ഫയർവുമൻ 300 ആണ്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 300 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കുകൾ ക്ലാസ്, നോട്ട്സ്, മെറ്റീരിയൽസ്, അതിന്റെ മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മുന്നേയുള്ള ക്ലാസ്സുകളുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതൊരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.